നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഡ്രോയിങ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സാർ പറയാൻ വേണ്ടി പോകുന്നത് എലിമെന്റ്സ് ഓഫ് ആർട്ട്, ഘടകങ്ങളെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ എലിമെന്റ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ 7 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. എലിമെന്റ്സ് ഓഫ് ആർട്ട്. ഓക്കെ, അതിൽ ഒന്നാമതായി പറയുന്നത് ലൈൻ ആണ്. ലൈൻ എന്ന് വെച്ചാൽ രേഖ. ഓക്കെ, സെക്കൻഡ് ഷേപ്പ്. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആകൃതിയാണ് ഷേപ്പ്. ഷേപ്പ്. മൂന്നാമതായി പറയുന്നത് ഫോം. എന്ന് വെച്ചാൽ രൂപം. സാർ ഈ പറയുന്ന 7 എലമെന്റുകളും സാർ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഈ 7 എണ്ണം ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ ഏതൊരു കുട്ടിക്കും ഏതൊരാൾക്കും തുടക്കക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഈ ക്ലാസ്സോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പിക്ചർ വരച്ചിട്ട് ഇവിടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഫോർത്ത് നമുക്ക് എന്താണോ? ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ പറയാം. ഓക്കെ, കളർ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി ഫിഫ്ത്ത് പറയുന്നത് ടെക്സ്ചർ ആണ്. എന്താണ് ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ രചനയാണ്. ടെക്സ്ചർ എന്ന് പറയുന്നത് രചന, നമ്മൾ വരയ്ക്കുന്ന ആ ഒരു രചന. ഓക്കെ, എന്താണോ വരയ്ക്കുന്നത് അതാണ് രചന എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സിക്സ്ത് വരുന്നത് സ്പേസ് ആണ്. സ്പേസ് പറയേണ്ട ആവശ്യമില്ല. സ്ഥലമാണ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ഥലം വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന. സെവൻത്ത് വരുന്നത് വാല്യൂ, അതിന്റെ മൂല്യം. മൂല്യം. ഫസ്റ്റ് ലൈൻ, ഷേപ്പ്, ഫോം, കളർ, ടെക്സ്ചർ, സ്പേസ്, വാല്യൂ. ഇങ്ങനെ ഈ 7 എണ്ണം കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ലൈൻ. എന്താണ് ലൈൻ? ഇനി ലൈനിനെ കുറിച്ചാണ് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ. ഫസ്റ്റ് വൺ ലൈൻ. എന്താണ് ലൈൻ? രേഖ. ലൈൻ, രേഖ അല്ലെങ്കിൽ വര എന്നൊക്കെ പറയാം. നമ്മൾ പറയും ഞാൻ ചിത്രം വര പഠിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയും. ചിത്രം വര, അതിൽ തന്നെ ഉണ്ട് എന്ത്? വര. അപ്പോൾ വര എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഡ്രോയിങ്ങിൽ. ഓക്കെ, അപ്പോൾ എന്താണ് വര എന്നതാണ് പറയാൻ വേണ്ടി പോകുന്നത്. 2 ഡോട്ടുകൾ, 2 കുത്തുകൾക്കിടയിൽ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വര എന്ന് പറയുന്നത്. അപ്പോ ഈ ലൈനുകൾ, എത്ര തരം ലൈനുകളുണ്ട് അതും നമ്മൾ പഠിക്കണമല്ലോ. എത്ര തരം വരകളുണ്ട്, രേഖകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് രേഖകളുണ്ട്, വരകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലൈനുകളെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ horizontal line. Horizontal line. Second one vertical line.
vertical line. Third one, curve line. Curve line. Fourth one, diagonal line. Diagonal line. Then fifth one, zigzag line. Zigzag line. Zigzag line. അപ്പോൾ horizontal line എന്ന് പറഞ്ഞാൽ എന്താണ്? horizontal line. horizontal line എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ലൈനാണ്. സ്ട്രൈറ്റ് ഇങ്ങനെയുള്ള ഒരു ലൈനെയാണ് horizontal line എന്ന് പറയും. horizontal line. Second one, vertical line. vertical line എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെയുള്ള ലൈൻ. നേരെ കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഒരു ലൈനാണ് vertical line. ഇനി curve line എന്ന് പറഞ്ഞാലോ? curve line. curve line എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ വരയ്ക്കാറില്ലേ? curve ആയിട്ടുള്ള ലൈനുകൾ. ഇപ്പോ സാറ് പറയുന്ന ഈ ലൈനുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ലൈനുകൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതും സാറ് ഈ ക്ലാസ്സിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ. ഡയഗണൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനുകളെ പോലെ തന്നെയാണ്. അതായത് ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ലൈനുകളെയാണ് ഡയഗണൽ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ സിഗ്സാഗ് ലൈൻ. സിഗ്സാഗ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്സാഗ് ലൈൻ ഇതാണ് സിഗ്സാഗ് ലൈൻ. സിഗ്സാഗ് ലൈൻ. അപ്പം ഫസ്റ്റ് വൺ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈൻ എത്ര തരം ലൈനുകളുണ്ട്? ആ horizontal line, vertical line, curve line, diagonal line and zigzag line. ഓക്കെ. ഇനി സാർ പറയാൻ വേണ്ടി പോകുന്നത് ഇത്രയും ലൈനുകൾ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ വരയ്ക്കാൻ സാധിക്കുമോ? സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കാം. അപ്പം ഇത്രയും ലൈനുകളെ സാർ ആദ്യം തന്നെ ഇവിടെ വരച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഫസ്റ്റ് തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ സാർ വരച്ചിട്ടുണ്ട്. സെക്കൻഡ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. തേർഡ് ആയിട്ട് ഒരു ഡയഗണൽ ലൈൻ വരച്ചിട്ടുണ്ട്. അതായത് ചെരിഞ്ഞിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതും നാലാമതുമായിട്ടുള്ളത് സിഗ്സാഗ് ലൈനും അതേപോലെ തന്നെ കേർവ് ലൈൻ. കണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കേർവ് ലൈനുകളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൈനുകൾ വെച്ചിട്ട് എങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. എങ്ങോട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ ഈ ഒരു ഡയഗണൽ ലൈൻ. ഈ ഡയഗണൽ ലൈനിനെ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാൻ വേണ്ടി പോകാം. ഡയഗണൽ ലൈൻ. ഓക്കെ. ഫസ്റ്റ് ഒരു ഡയഗണൽ ലൈൻ വരച്ചു. രണ്ടാമതും ഞാൻ എന്ത് ചെയ്തു? ഈ ഡയഗണൽ ലൈനെ ഇങ്ങോട്ട് ഒന്നും കൂടി വരച്ചു. ഓക്കെ. ഡയഗണൽ ലൈനെ ഇങ്ങോട്ട് വരച്ചു. ഇനി സാർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ഇവിടെ ഉണ്ട്. കണ്ട? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിനെ ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. കണ്ടില്ലേ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനെ ഇങ്ങോട്ട് വരച്ചെടുത്തു. അതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈനിനെ താഴോട്ടും വരച്ചു. ഇനി ഒരു ഡയഗണൽ ലൈൻ കൂടി ഞാൻ ഇതേപോലെയുള്ള ഒരു ഡയഗണൽ ലൈനെ ഇതിന്റെ ഈ ഭാഗത്തും സ്ഥാപിച്ചെടുത്തു. ഓക്കെ. അപ്പോ നമുക്ക് ഏകദേശം ഒരു പിക്ചറിന്റെ രൂപത്തിലായി വന്നിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. എന്നിരുന്നാലും ആരും പറയണ്ട, സാറ് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഉള്ളത് നമുക്ക് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ലൈൻ എടുത്തിട്ട് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാൻ വേണ്ടി പോവാണ്. നോക്കാം. ഇങ്ങോട്ട് വരച്ചു. അതേപോലെ തന്നെ ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്തിട്ട് ഇവിടേക്കും വരയ്ക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ മുന്നേ ഈ ഒരു ഡയഗണൽ ലൈനെ ഒന്നുകൂടി ഇവിടെ ഞാൻ വരയ്ക്കാൻ പോവാം. ഓക്കെ. കണ്ടില്ലേ? ഒരു ഡയഗണൽ ലൈൻ ഇവിടെ വരച്ചു. അതിനുശേഷം ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. വെരി സിമ്പിൾ ആണ്. ഒന്നും
നമുക്ക് ആലോചിക്കേണ്ട ഒരു ആവശ്യം പോലുമില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും പിന്നെ ഡയഗണൽ ലൈനും വെച്ചിട്ടാണ് ഇത്രയും വരച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു വെർട്ടിക്കൽ ലൈനെ ഒന്നുകൂടി ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ സിഗ്സാഗ് ലൈൻ. ഈ സിഗ്സാഗ് ലൈനെ ഞാനിതാ ഇവിടെ വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സിഗ്സാഗ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കാം. സിഗ്സാഗ് ലൈനെ ഞാൻ വരച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഇങ്ങോട്ടും വരച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്തു, ഇനി ഈ വീടിന് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് തന്നെ ഒരു ചെറിയൊരു ഡോറും ഇവിടെ സാറ് വരച്ചു കൊടുത്തു. ഓക്കെ, വരച്ചു കൊടുത്തു. ഈ ഒരു ഹൊറിസോണ്ടൽ അല്ല ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ എടുത്തിട്ട് ഇവിടെ വരച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം സാർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സിഗ്സാഗ് ലൈൻ വെച്ചിട്ട് തന്നെ ഇവിടെയും കുറച്ച് ഡിസൈനുകൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ടും വരച്ചു കൊടുത്തു. ഓക്കെ, ഓക്കെ. ഇനി അടുത്തതായി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ബാക്കിൽ ഒരു ട്രീ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും അതേപോലെ തന്നെ ഈ സിഗ്സാഗ് ലൈനും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാ ഡയഗണൽ ലൈൻ, ഇതാ ചെരിഞ്ഞിട്ടുള്ള ലൈന് രണ്ടെണ്ണം ഇങ്ങോട്ട് വരച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ സിഗ്സാഗ് ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അങ്ങനെ ചെയ്തു. അപ്പം ജസ്റ്റ് ഇത്രയും ലൈനുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാ ഇത്രയും 4 ലൈനുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭംഗിയായ പിക്ചർ ചെയ്തു. ഇനി കേർവ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. കേർവ് ലൈൻ ഇങ്ങനെയല്ലേ, കേർവ് ലൈൻ. ഈ കേർവ് ലൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇങ്ങനെ കേർവ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഇതിന് ഒരു ബോർഡർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരച്ചു കൊടുക്കും. കണ്ടോ, വരച്ചു കൊടുക്കാം. ഓക്കെ, കേർവ് ലൈൻ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. കേർവ് ലൈൻ. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് സ്റ്റെപ്പ്, ചെറിയ ചെറിയ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെക്കാം, ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് ഇവിടെയും വരച്ചു. ഓക്കെ, അപ്പോൾ ആ വീട്ടിലേക്കുള്ള പോകാനുള്ള ഒരു വേ കൂടിയായി. ഓക്കെ.